ദൈവം നിനക്ക് തന്നിരിക്കുന്ന മനോഹരമായൊരു ജീവിതത്തെ നയിക്കുന്നത് നിൻ്റെ മനസ്സാക്ഷിയാണോ അതോ നിൻ്റെ ഭയമാണോ? മനസ്സാക്ഷി ഉള്ളിലുള്ള ദൈവ സ്വരമാണ്. മനുഷ്യൻ്റെ വളർച്ചയിലെ പാകപ്പിഴകളനുസരിച്ച് മനസ്സാക്ഷിയെ ശ്രവിക്കുന്നതിൽ തെറ്റുകുറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ ഭയം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളിലേക്ക് ഇട്ട് തരുന്ന ചില വസ്തുതകളാണ്. ഭയം നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത വർദ്ധിക്കും, ഹൃദയമിടിപ്പ് കൂടും, എല്ലാവരിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നോക്കും, വല്ലാത്ത വേദനകൾ നമുക്ക് അനുഭവപ്പെടും, മരിക്കാൻ പോകുന്നു എന്ന് ചിലപ്പോൾ തോന്നും. അത് നമ്മളെ പാനിക് അറ്റാക്കുകളിലേക്ക് ചിലപ്പോൾ നയിക്കും. ഈ നോമ്പ് കാലത്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, നമ്മുടെ അന്തസത്തയെ നയിക്കുന്നത് ഭയമാണോ അതോ നമ്മുടെ മനസ്സാക്ഷിയാണോ? ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രി എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഭയം നമ്മളെ ഗ്രസിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒളിച്ചോട്ടമാണ് നടത്തുക, എല്ലാവരിൽ നിന്ന് ഒളിച്ചോട്ടമാണ് നടത്തുക. നോമ്പുകാലം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലമാകണം. വീഴാതെ കൈകളിൽ താങ്ങുന്നവൻ കൂട്ടിനുണ്ട് എന്ന സങ്കീർത്തന വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. റോമാക്കർക്കുള്ള ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനം ധ്യാനിക്കണം. എന്നിട്ട് മനസ്സിലാക്കണം, വിശ്വാസത്തിന്, വിശ്വാസിയുടെ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല എന്ന് ഉറക്കെ ഈ ലോകത്തോട് പ്രഘോഷിക്കുവാൻ നമുക്കാവണം.